ഇന്ന് മുറ്റത്തിറങ്ങിയപ്പോൾ കുറച്ച് മുരിങ്ങപ്പ് കിട്ടി. അപ്പോൾ മുരിങ്ങപ്പ് വെച്ച് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയാലോ? അത് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റോടു കൂടി. തോരനും പച്ചക്കറിയും ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾ നമ്മളോട് വന്ന് പിന്നെയും പിന്നെയും ചോദിച്ചു വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പി. എന്നാ വായോ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി 1/2 ടീസ്പൂണിൽ താഴെ മതിയേ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില, പെരുംജീരകം 1/2 ടീസ്പൂൺ, കൊച്ചുള്ളി 3 എണ്ണം, പച്ചമുളക് 1 എണ്ണം. ഇത്രയും മതി. ഇനി നമ്മുടെ മെയിൻ താരം മുരിങ്ങപ്പൂ 3.5 കപ്പ്. നല്ലപോലെ വെള്ളത്തിൽ ഉലച്ച് കഴുകി വാലാൻ വെച്ച മുരിങ്ങപ്പൂ നമുക്കിനി ഈ ഇലയിലോട്ട് വെക്കാം. ഇനി തോരനാവശ്യമായ അരപ്പ് അരകിലേക്ക് കൊണ്ടുപോയി ചതച്ചെടുക്കാം. ആദ്യം പച്ചമുളക് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകവും ചേർത്ത് ചതച്ച് ഇനി നമ്മുടെ തേങ്ങ അതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ ചതച്ച് ചേർക്കണം. അവസാനം കൊച്ചുള്ളിയും കറിവേപ്പിലയും ചേർത്ത് അമ്മിക്കല്ല് വെച്ച് നല്ലപോലെ ഇടിച്ച് ചതച്ച് കൂട്ടിലോട്ട് ചേർക്കാം. അമ്മിക്കല്ലില്ലാത്തവർ മിക്സിയിൽ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ, ഒരുപാട് അരയണ്ട. അങ്ങനെ നമ്മുടെ തോരനുള്ള തേങ്ങാക്കൂട്ട് റെഡിയായി. ഇനി തോരനുണ്ടാക്കാൻ ആവശ്യമായി ഏകദേശം ഒരു 10-15 കൊച്ചുള്ളി റെഡിയാക്കി എടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഇനി അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലപോലെ ചൂടാകുമ്പം കടുകിട്ട് പൊട്ടിക്കണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഉള്ളി കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ കറിവേപ്പില ഇടാം. ആ കറിവേപ്പിലയുടെ നല്ല മൂത്ത മണം വരുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ച് നമ്മുടെ തേങ്ങാക്കൂട്ടിടാം. ഇനി തേങ്ങ അടി പിടിക്കാതെ നല്ലപോലെ ചേർത്തിളക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. തേങ്ങാക്കൂട്ടിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊന്ന് മാറുമ്പം നമുക്ക് നമ്മുടെ മുരിങ്ങപ്പൂ ചേർക്കാം. ഇനി മുരിങ്ങപ്പൂ അരപ്പുമായി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി തോരൻ ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഇവിടെ ഉപ്പ് നീരാണ് ഉപയോഗിക്കുന്നത്. ഉപ്പ് നീര് ചുറ്റോട് ചുറ്റും ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ചേർത്തിളക്കണം. ഈ സമയം വേണമെങ്കിൽ 2 മുട്ട കൂടി പൊട്ടിച്ചതിലൊഴിച്ച് ചിക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് തോരനൊരു വേറൊരു ടേസ്റ്റ് കൂടെ കിട്ടും. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് അടപ്പ് വെച്ച് അടച്ച് മുരിങ്ങപ്പൂ വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് മതി കേട്ടോ വെന്ത് വരാൻ. ഇടയ്ക്ക് പാത്രം തുറന്ന് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകുമേ. അങ്ങനെ ഉള്ളി വഴറ്റിയതിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയും മുരിങ്ങപ്പൂവിൻ്റെയും പ്രത്യേക മണം കൂടിയായ വളരെ സ്വാദോടു കൂടിയ മുരിങ്ങപ്പൂ തോരൻ റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ അതിനെ അറിയിക്കണേ. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.